ഇന്നത്തെ ഒരു 19 വയസ്സിലെ ഒരു പെൺകുട്ടിയുടെ മരണമായത് നമ്മുടെ നാട്ടില് 2 കിലോമീറ്റർ. ദിനേന എന്നോണം നാം പത്രങ്ങളിൽ വായിക്കുന്നതാണ് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ. ഇദ്ദേഹം കാണിച്ചിരുന്നു ഇങ്ങനെ CPR സ്റ്റാർട്ട്. സോ കൈ വെച്ചിട്ട് ജസ്റ്റ് കംപ്രസ് ചെയ്യുന്നതിനാണ് CPR എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പാനൂരിൽ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ റന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയെന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത നാം എല്ലാവരും കേട്ടത്. ഗ്ലോബൽ ടെക് എന്ന് പറയുന്ന ഒരു സെന്ററിൽ ഇത്തയോടൊപ്പവും ഉമ്മയോടൊപ്പവും വന്നതാണ് ഫാത്തിമ റന. ഫാത്തിമ റന ചുമ്മാ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. യാതൊരുവിധ കുഴപ്പവുമില്ലാതെ വെറുതെ നിൽക്കുന്ന ഫാത്തിമ റനയ്ക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ചെറിയ തളർച്ച പോലെയും ക്ഷീണം പോലെയും അനുഭവപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കസേരയിലേക്ക് ചെന്നിരിക്കുന്നു. പെട്ടെന്ന് കസേരയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിമ റന കുഴഞ്ഞങ്ങ് വീഴുകയാണ്. അത് കണ്ട ഉമ്മയും ഇത്തയും അതോടൊപ്പം ആ കടയിലുള്ള സഹോദരിയും വല്ലാതെ പരിഭ്രാന്തരായി മാറുന്നുണ്ട്. പിന്നീട് ഷോപ്പിലേക്ക് 1-2 ആളുകൾ ഓടിച്ചെന്നുകൊണ്ട് ആ പെൺകുട്ടി എടുത്തുകൊണ്ടു പോകുന്ന കാഴ്ചയാണ് നാം എല്ലാവരും കണ്ടത്. അതിനുശേഷം പിന്നീട് കേൾക്കുന്നത് വളരെയധികം സങ്കടകരമായ വാർത്തയാണ്. ആ പെൺകുട്ടി മരണപ്പെട്ടു പോയെന്നുള്ള വാർത്ത. നോക്കൂ, ഈ ഒരു കാഴ്ച നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്, നമ്മളെ വല്ലാതെ പരിഭ്രാന്തരാക്കി മാറ്റുകയാണ്. കാരണം ഒരു മരണം ലൈവായി കാണുന്ന ഒരു കാഴ്ച. നിങ്ങൾ നോക്കൂ, ആ കുട്ടി അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. പെട്ടെന്ന് ആ കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു, കുഴഞ്ഞു വീഴുന്നു, പിന്നീട് മരണപ്പെട്ടു പോകുന്നു. ഒരു മനുഷ്യനിലേക്ക് എങ്ങനെയാണ് മരണം വന്നെത്തിച്ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും യാതൊരു വ്യക്തതയും യാതൊരുവിധ ബോധ്യവുമില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നാം എല്ലാവരും അധികമായി കേൾക്കുന്ന വാർത്തയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ. ഈ ഒരാഴ്ചയിൽ മാത്രം 19 വയസ്സുള്ള 2 പെൺകുട്ടികളാണ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത 19 വയസ്സുള്ള ആരോഗ്യമുള്ള 2 പെൺകുട്ടികളാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. ഇതൊന്ന് ഫാത്തിമ റനയാണെങ്കിൽ മറ്റൊന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് റിഫാദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി. ആ പെൺകുട്ടിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. വീട്ടുമുറ്റത്ത്, സ്വന്തം വീട്ടുമുറ്റത്ത് കുടുംബങ്ങളുമൊക്കെയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെൺകുട്ടി കുഴഞ്ഞു വീഴുകയാണ്. യാതൊരുവിധ ആരോഗ്യ പ്രശ്നവുമില്ലാത്ത ആ പെൺകുട്ടിയുടെ അപ്രതീക്ഷിതമായ ആ ഒരു വിയോഗം, ആ മരണം കണ്ട് കുടുംബങ്ങളും ആ നാട്ടുകാരും ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ആർക്കും ഒരു ധാരണയുമില്ല. ഇത് 2 പെൺകുട്ടികളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇതല്ലാതെ നിരന്തരമായി കൊണ്ട് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നാം എല്ലാവരും നിരന്തരമായി കേൾക്കുന്നു. രാത്രി വീട് ചുമ്മാ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാർ പോലും മരണപ്പെട്ടു പോവുകയാണ്. നോക്കൂ, പണ്ടൊക്കെ പ്രായമുള്ള വ്യക്തികൾ, ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെ നാം എല്ലാവരും കേൾക്കുന്നത്. പക്ഷെ അതിനൊന്നും മാറി ഇപ്പോൾ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ കുട്ടികളാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നിങ്ങനെ മരണപ്പെട്ടു പോകുന്നത്. വൈദ്യശാസ്ത്രമൊക്കെ ഇതിന് പല രീതിയിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ ഇതിന് കാരണമായി പറയുന്നു. അതോടൊപ്പം ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു വാക്സിൻ എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്കറിയാം, കോവിഡ് വന്നതിന് ശേഷം നിരവധി ആളുകൾ വാക്സിൻ എടുത്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് വാക്സിൻ സ്വീകരിച്ചത്. ആ വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മരണവാർത്തകൾ, ഇത്തരത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന മരണവാർത്തകളൊക്കെ നാം എല്ലാവരും നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയത്. നോക്കുക, അപ്രതീക്ഷിതമായി കൊണ്ട് ഇത്തരത്തിൽ പെട്ടെന്നിങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് CPR എന്ന് പറയുന്നത്. CPR കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഒരു ജീവൻ നിലനിർത്താൻ സാധിച്ചെന്ന് വരാം. പലപ്പോഴും ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യത്തിലാണ്. ആരെങ്കിലുമൊക്കെ കുഴഞ്ഞു വീഴുന്ന സമയത്ത് പെട്ടെന്ന് ആംബുലൻസ് കിട്ടാതെ വരിക, ആശുപത്രി അടുത്തില്ലാതെ വരിക എന്നുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് ഈ വ്യക്തിയുമായി സഞ്ചരിക്കേണ്ടി വരും. അത് അവരുടെ മരണത്തിനുള്ള സാധ്യത കൂടുകയാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ ജീവൻ നിലനിർത്താൻ നമ്മൾ CPR നൽകേണ്ടതുണ്ട്. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ശ്വാസമോ നാഡിമിടിപ്പോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ CPR നൽകുന്നത് അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. ഹൃദയമിടിപ്പ് നിലച്ചുപോയ ഒരാളുടെ ശരീരത്തിൽ രക്തചംക്രമണം നിലയ്ക്കുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ തടസ്സപ്പെടുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ കൃത്രിമമായി ഹൃദയത്തിൻ്റെ ജോലി ഏറ്റെടുക്കുന്ന രീതിയാണ് CPR എന്ന് പറയുന്നത്. എല്ലാ കുഴഞ്ഞു വീഴ്ചയ്ക്കും CPR ആവശ്യം വരില്ല. നാഡിമിടിപ്പ് ലഭ്യമല്ലെങ്കിൽ മാത്രം CPR കൊടുക്കുക. CPR ഓക്സിജൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയം നിലച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങും. നെഞ്ചിൽ അമർത്തുന്നതിലൂടെ രക്തം തലച്ചോറിലേക്കും മറ്റു അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. ആംബുലൻസ് വരുന്നതുവരെയോ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതുവരെയോ
രോഗിയുടെ ജീവൻ നിലനിർത്താൻ CPR സഹായിക്കുകയാണ്. ഒരുപക്ഷെ കൃത്യമായ സമയത്ത് CPR നൽകിയിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ ഒരുപക്ഷെ രക്ഷിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, പടച്ചറബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. നോക്കൂ, പ്രാർത്ഥനയും വേണം, ചികിത്സയും വേണം. അല്ലാതെ ചികിത്സയില്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഫലമുണ്ടാവുകയില്ല. ചെയ്യേണ്ട സമയത്ത് കൃത്യമായ ചികിത്സ കൊടുത്ത് അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ എത്ര തന്നെ ചികിത്സ കൊടുത്താലും റബ്ബിൻ്റെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ നമുക്കാർക്കും അതിനെ തടയാനും സാധിക്കില്ല. നോക്കൂ, CPR എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളത് അത് പഠിക്കേണ്ട വളരെയധികം അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം വീടുകൾ തോറും എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ, അവരെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോ കാണിക്കാം. CPR എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർമാർ വിശദീകരിച്ചു തരുന്ന 2 വീഡിയോ. സോ ഇദ്ദേഹം കാണിച്ചു തരും എങ്ങനെ CPR സ്റ്റാർട്ട് ചെയ്യും. സോ കൈ വെച്ചിട്ട് ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്നതിനാണ് CPR എന്ന് പറയുന്നത്. ആ കംപ്രസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുക. നമ്മൾ ഹാർട്ടിന്റെ ജോലി കുറച്ചു നേരം ഏറ്റെടുക്കുകയാണ്. ഹാർട്ടിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തോട്ടും ബ്ലഡ് എത്തിക്കുക എന്നുള്ളത്. സോ ഹാർട്ട് വരുന്ന ഏകദേശം സെന്ററിലാണ്, കുറച്ച് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. പക്ഷെ നമ്മൾ CPR കൊടുക്കുമ്പോൾ കൈ വെക്കേണ്ടത് സെന്റർ ഓഫ് ദി ചെസ്റ്റ്, അതായത് 2 നിപ്പിളിന്റെയും ഇടയിൽ ഈ സ്റ്റേണം എന്ന് പറഞ്ഞ ബോണിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കൈ വെക്കേണ്ടത്. കൈയിന്റെ ഏത് ഭാഗം വെക്കുക? എല്ലാവരും കൈയൊന്ന് മുന്നോട്ട് പിടിച്ചേ. ഇതാണ് ഹീൽ ഓഫ് യുവർ പാം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റിന്റെ സെന്ററിൽ വെക്കേണ്ടത്. മറ്റേ കൈ വെച്ച് നമ്മൾ ഇന്റർലോക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാവരും നമ്മൾ ഇന്റർലോക്ക് ചെയ്തേ. സോ ഇങ്ങനെ കൈ മുന്നോട്ട് പിടിച്ചിട്ട് എൽബോ സ്ട്രൈറ്റ് ആയിട്ട് വേണം ചെയ്യണമെങ്കിൽ, ഒരു പേഷ്യന്റ് സൈഡിൽ നിന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ പേഷ്യന്റെ ചെസ്റ്റിന്റെ മുകളിലായിട്ട് വേണം. എന്നിട്ട് നമ്മൾ ശക്തമായിട്ട് കംപ്രസ് ചെയ്യണം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7. ഈ ഒരു സ്പീഡിലാണ് നമ്മൾ കംപ്രസ് ചെയ്യാൻ പോകുന്നത്. ദിനേന എന്നോണം നാം പത്രങ്ങളിൽ വായിക്കുന്നതാണ് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ. ഹൃദയസ്തംഭനം മൂലം ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സ്വയം രക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് ശക്തമായി ഷോൾഡറിൽ അമർത്തിക്കൊണ്ട് നമുക്ക് നോക്കാം. അതിനുശേഷം അദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൾസ് ഉണ്ടോ എന്ന് നോക്കാം. അദ്ദേഹം ശ്വാസം എടുക്കുന്നില്ല, അദ്ദേഹത്തിന് പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കുഴഞ്ഞു വീഴാനുണ്ടായ കാരണം ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും നെഞ്ചിന്റെ മധ്യഭാഗത്ത് 2 കൈകളും ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം ശക്തമായിട്ട് പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് 100 മുതൽ 120 കംപ്രഷൻസ് പെർ മിനിറ്റ് വരത്തക്ക രീതിയിൽ 30 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നെഞ്ചിൻ കൂടെ അമർത്തുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ജീവൻ ഒരു പക്ഷേ രക്ഷിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി എങ്ങാനും ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പിന്മാറാതെ ഭയപ്പെടാതെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇതുപോലെ ഈ ഡോക്ടർമാർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ CPR നൽകാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കേണ്ടതുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടുപോയ ആ 2 പൊന്നോമന മക്കൾക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.